ഹലോ സുഹൃത്തുക്കളെ, എല്ലാവർക്കും സ്വാഗതം. തിയേറ്ററുകളിൽ ഇപ്പോൾ വലിയ ചർച്ചയായി മാറിക്കൊണ്ടിരിക്കുന്ന, കണ്ടു കഴിഞ്ഞാലും ഒട്ടനവധി ചിന്തകൾ ബാക്കി വെക്കുന്ന ഒരു തകർപ്പൻ ചിത്രത്തിന്റെ വിശേഷങ്ങളിലേക്കാണ് നമ്മളിന്ന് പോകുന്നത്. ബാലൻ ദി ബോയ്. ജിത്തു മാധവന്റെ അസാധ്യമായ പേനയും ചിദംബരത്തിന്റെ സംവിധാന മികവും ഒന്നിക്കുമ്പോൾ തന്നെ നമുക്കൊരു മാജിക് പ്രതീക്ഷിക്കാം. ഇതൊരു കൊമേഴ്ഷ്യൽ എന്റർടൈനർ അല്ല. ഇതൊക്കെ കണ്ടു കഴിയുമ്പോൾ മികച്ചൊരു കലാസൃഷ്ടി അനുഭവിച്ച ഒരു സംതൃപ്തി നൽകുന്ന ഒരു നല്ല ഒന്നാന്തരം ക്ലാസ് വർക്കാണിത്. സിനിമയുടെ സാങ്കേതിക വശങ്ങളെ കുറിച്ച് സംസാരിക്കാതെ ഈ റിവ്യൂ പൂർത്തിയാക്കാൻ പറ്റില്ല. ഷൈജു ഖാലിദ് എന്ന ഛായാഗ്രാഹകന്റെ ക്യാമറ കാഴ്ചകൾക്ക് അക്ഷരാർത്ഥത്തിൽ നമ്മളെ അത്ഭുതപ്പെടുത്താനുള്ള കഴിവുണ്ട്. ചിത്രത്തിലെ ഓരോ ഫ്രെയിമും അത്രയേറെ കൃത്യതയോടെയാണ് ഒരുക്കിയിരിക്കുന്നത്. രാത്രികാല ദൃശ്യങ്ങളിൽ ഉപയോഗിച്ചിരിക്കുന്ന പ്രത്യേക ഫിൽറ്ററുകളും മെഴുകുതിരി വെളിച്ചത്തിന്റെ ലൈറ്റിങ്ങും അന്തരീക്ഷത്തിന് നൽകുന്ന ഒരു നിഗൂഢതയുണ്ട്. അത് തിയേറ്ററിന്റെ സ്ക്രീനിൽ കാണുമ്പോൾ നമ്മൾ ആ ലോകത്തേക്ക് നേരിട്ട് എത്തിയ പോലെയൊക്കെ തോന്നും. ഇതിൽ കാണിച്ചിരിക്കുന്നത് വയനാടിന്റെ ഭൂപ്രകൃതിയാണ്. വലിയ മരങ്ങള്, കാട്ടുപാതകള്, ഒറ്റപ്പെട്ട വീടുകള്. വയനാടിന്റെ ഒരു വന്യമായ സൗന്ദര്യവും നിഗൂഢതയും കൃത്യമായി ഛായാഗ്രാഹകൻ ഒപ്പിയെടുത്തിരിക്കുകയാണ്. കാഴ്ചകൾക്കൊപ്പം ഈ സിനിമയുടെ വലിയൊരു കരുത്ത് ഇതിന്റെ ശബ്ദ വിന്യാസമാണ്. ഷിജിൻ മെൽവിൻ സൗണ്ടും മിക്സിങ്ങും അത്രമേൽ ജീവസുറ്റതാണ്. തിയേറ്ററിലെ ശബ്ദ തരംഗങ്ങൾ നമ്മളെ കഥയോട് വലിച്ചടുപ്പിക്കും. ഇതിനെല്ലാം ഒരു ഉന്നത തലത്തിലേക്ക് എത്തിക്കുന്നത് സുഷിൻ ശ്യാമിന്റെ പശ്ചാത്തല സംഗീതമാണ്. ലളിതമായ കുറച്ച് ഗാനങ്ങൾ സിനിമയിലുണ്ടെങ്കിലും പശ്ചാത്തല സംഗീതത്തിലൂടെ സുഷിൻ കാണിച്ച മാജിക് വേറെ ലെവല് തന്നെയാണ്. പ്രത്യേകിച്ച് സിനിമയുടെ രണ്ടാം പകുതിയിലൊക്കെ പയ്യനോടുന്ന ഒരു ചേസിംഗ് സീനൊക്കെ, ചിദംബരത്തിന്റെ വിഷ്വലുകൾ സുഷിന്റെ റീ റെക്കോർഡിങ്ങും കൂടി ചേർന്നപ്പോൾ തിയേറ്ററിൽ രോമാഞ്ചം തരുന്ന ഇന്ത്യൻ സിനിമയിലെ തന്നെ ഒരു മികച്ച രംഗമായി തന്നെ ആ ഒരു രംഗം മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. ഈ സിനിമയിൽ കൃത്യമായ കാസ്റ്റിംഗ് ഉണ്ട്. ഈ കാസ്റ്റിംഗ് ഒക്കെ നടത്തിയിരിക്കുന്നത് നടൻ ഗണപതിയുടെ നേതൃത്വത്തിലാണ്. ഒരു ഫർസാന പാലത്തിങ്കലിന്റെ പ്രകടനം വളരെ അത്യുജ്വലമായി. ആദ്യ പകുതിയിലൊക്കെ സ്ക്രീൻ മുഴുവൻ അവരങ്ങ് തകർത്ത അഭിനയിക്കുകയായിരുന്നു. ഈ വർഷത്തെ മിക്കവാറും അവാർഡുകളൊക്കെ ഫർസാന പാലത്തിങ്കലിനെ തേടിയെത്താനുള്ള ചാൻസ് ഉണ്ട്. ബാലൻ എന്ന കഥാപാത്രത്തിന്റെ രണ്ട് വ്യത്യസ്തമായ പ്രായങ്ങൾ അവതരിപ്പിച്ച ആദിശേഷും മുഹമ്മദ് സിനയും അസാധ്യമായ ഭാവങ്ങളിലൂടെ സിനിമയെ മുന്നോട്ട് വയ്ക്കുകയാണ്. അതുപോലെ ലാലിന്റെ മകൻ ജീൻ പോൾ ലാൽ തന്റെ ഒരു തനതായ സംഭാഷണ ശൈലിയിലൂടെയും ശബ്ദവിന്യാസത്തിലൂടെയും ഒക്കെ കഥാപാത്രത്തിന് വലിയൊരു പുതുമ നൽകി. ആദ്യ പകുതിയിൽ വരുന്ന ഈ ഡോളി ജോൺ എന്നൊരു ഒരമ്മച്ചി ഒരു ഡാർക്ക് ഹ്യൂമറും കോമഡിയും നിറഞ്ഞ ഒരു പ്രത്യേക അനുഭവമായിരുന്നു. ഗിരീഷ് ഏടി, ബീന ആന്റണി, മെമ്പർ താഹിർ, നിരീഷ് ഇവരുടെയൊക്കെ ചെറിയ ചെറിയ വേഷങ്ങളായാൽ പോലും വളരെ മനോഹരമായിരുന്നു. 2.5 മണിക്കൂറോളം പ്രേക്ഷകനെ ഒരിടത്തും വിട്ടുപോകാതെ പിടിച്ചിരുത്താൻ ജിത്തു മാധവന്റെ ശക്തമായ തിരക്കഥയ്ക്ക് സാധിച്ചിട്ടുണ്ട്. ആദ്യ പകുതി തികച്ചും മിസ്റ്ററിയും ത്രില്ലിംഗ് എലമെന്റും നിറഞ്ഞതാണ്. ഫർസാനയുടെ കഥാപാത്രത്തെ തുടക്കത്തിൽ തന്നെ കൃത്യമായി പ്രേക്ഷകരിലേക്ക് എത്തിച്ചതുകൊണ്ട് പിന്നീട് അവർ എന്ത് ചെയ്താലും അത് പ്രേക്ഷകർക്ക് കൺവിൻസിംഗ് ആയി തോന്നും. എന്നാൽ രണ്ടാം പകുതിയിലേക്ക് കടക്കുമ്പോൾ സിനിമ ഒരു ഇമോഷണൽ ട്രാക്കിലേക്ക്, അതായത് മനോഹരമായ ഒരു അമ്മ മകൻ ബന്ധത്തിന്റെ കഥയിലേക്ക് മാറുകയാണ്. സെക്കൻഡ് ഹാഫിൽ ചില പ്രവചിക്കാവുന്ന സീനുകൾ ഉണ്ടെങ്കിലും അതൊക്കെ മേക്കിംഗ് ക്വാളിറ്റി കൊണ്ട് സിനിമയെ തന്നെ മറികടക്കുന്നുണ്ട്. ഇനിയുള്ളത് ടൊവിനോ തോമസിന്റെ കാര്യത്തിലാണ്. ട്രെയിലറിൽ അവിടെ ഇവിടെയൊക്കെ മിന്നായം പോലെ കണ്ട ടൊവിനോ ഇതിൽ അപ്രതീക്ഷിതമായ ഒരു പ്രകടനമാണ് നടത്തിയിരിക്കുന്നത്. അബ്ബാസ് എന്ന സാധാരണക്കാരനായി ഇദ്ദേഹം ഇങ്ങനെ ജീവിക്കുകയായിരുന്നു. ഒരു സൂപ്പർ സ്റ്റാർ പദവിയിലുള്ള നടൻ തന്റെ സ്റ്റാർഡം മുഴുവൻ മാറ്റിവെച്ച് ഇത്തരം റോളിലേക്ക് ഇറങ്ങിച്ചെന്ന് അഭിനയിച്ചു. അഭിനന്ദനാർഹമാണ്. ചുരുക്കം പറഞ്ഞാൽ ഇതൊരു ഫാമിലിക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഇമോഷണൽ ഡ്രാമയാണ്. ഇതിലെല്ലാ ഇമോഷൻസും കൃത്യമായ അളവിൽ ചേർത്ത് വെച്ചിരിക്കുന്നുണ്ട്. ഏതായാലും ഡയറക്ടർ ചിദംബരത്തിന് കൃത്യമായ ഒരു ക്രൂവിന് നൽകിയാൽ അദ്ദേഹം അന്താരാഷ്ട്ര നിലവാരമുള്ള ചിത്രങ്ങൾ നിർമ്മിക്കുമെന്നാണ് നമുക്ക് ഇതിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏതായാലും നിങ്ങൾ സിനിമ കണ്ടവരാരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പുതിയൊരു സിനിമയുടെ വിശേഷങ്ങളുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.